ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും. അപ്പം നമുക്കൊരു വ്ളോഗ് ചെയ്യാം കേട്ടോ. ഞാൻ കുറേ ആയ ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ക്ഷമിക്കുക, വേറെ നിവർത്തിയൊന്നുമില്ല ഗൈസ്. ഞാൻ മൈക്കെടുത്ത് റെക്കോർഡ് ചെയ്യാനുള്ള സമയത്ത് തന്നെ എന്താ പറയുക, പുറത്തത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. എന്താണെന്ന് അങ്ങനെ അറിയില്ല. എന്തായാലും അതവിടെ ഇരിക്കട്ടെ, നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു സോളോ ട്രിപ്പാണ്. എൻ്റെ ഫോണിന് ചെറിയൊരു പ്രശ്നമുണ്ട് തോന്നുന്നു. വീഡിയോസൊക്കെ ഒരു സ്റ്റക്കായി കൊണ്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് എങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ സംഭവം ഞാൻ എഴുതി വെക്കുന്നത്. ചില സാധനങ്ങളൊക്കെ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ ഞാൻ എന്താണ് ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ എന്തായാലും സംഭവമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം എന്തായാലും. പിന്നെ ഫോണിന് പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജർ നിർബന്ധമാണല്ലോ. അപ്പോൾ പവർ ബാങ്ക് ഞാൻ എൻ്റെ കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എപ്പോഴാണ് ഫോണിൻ്റെ ചാർജ് കഴിയുക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇന്നത്തെ ഒരു ഫുൾ ഡേ പുറത്തായിരിക്കും. അപ്പോൾ ചാർജറിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ അത് നമ്മൾ കയ്യിൽ കരുതുന്നത് നല്ലതാണല്ലോ. ഞാൻ കുറച്ച് വളവടി കൂടുതലല്ലേ. എന്തായാലും അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ് ഡേ എന്ന് പറയുന്നത് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് നല്ല കംഫർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡ്രസ്സായിരിക്കും ഞാൻ അധികം ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ ഒരു ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തേതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ബസ് കാത്തിക്കാണ് കേസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നമാണ് നിങ്ങൾ കാണുന്നത്. KSRTC ആണ്, ഇതിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും ഒന്നുകൂടി പറഞ്ഞേക്കാം. കോഴിക്കോട്ടിലേക്കാണ്. കോഴിക്കോട്. ഓക്കെ, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ KSRTC ആണ് എടുത്തിക്കണത് കേട്ടോ. അപ്പോൾ സീറ്റൊക്കെ അടിപൊളി സെറ്റാണ്. ബട്ട് സ്റ്റിൽ അവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ബ്ലോക്കൊക്കെയാണ് ഫുള്ള്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഗൈസ്. ഞാൻ അങ്ങോട്ട് ശരിക്ക് കോഴിക്കോട്ടേക്ക് ഞങ്ങൾക്കൊരു 1.5 hours ഉള്ളൂ. പക്ഷെ ഞാൻ എത്തിയത് 2.5 മണിക്കൂർ എടുത്തു ഗൈസ്. എന്തായാലും ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ തന്നെ ഉച്ചയായി, നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം റഹ്മത്ത് ഹോട്ടലിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയും ഒരു ചിക്കൻ 65 ഒക്കെ ആയിട്ട് ഊണ് കുശാലായിരുന്നു ഗൈസ്. അപ്പോൾ അവിടുന്ന് പിന്നെ നേരെ വിട്ടത് ബീച്ചിലേക്കാണ്. ഈ ഒരു വൈബ് നല്ല അടിപൊളിയല്ലേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബീച്ച് കാണാൻ. നട്ടുച്ച വെയിലത്ത് ഡമ്മി അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസും ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിച്ചു ഞാൻ ആരോടാ സംസാരിക്കുകയാണെന്ന്. ആരോടുമല്ല ഗൈസ്, ഞാൻ എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. സോ ഞാൻ ചെറിയ ട്രൈപ്പോഡ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പെറുക്കിയിട്ടാണ് ഞാൻ പിന്നെ പോയത്. ഞാനൊരു പെറുക്കിയാണെന്ന് വിചാരിക്കരുത് ഗൈസ്. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമാണല്ലോ. പിന്നെ നേരെ വിട്ടത് SM സ്ട്രീറ്റിലേക്കാണ്. പക്ഷെ അവിടുത്തെ വ്ളോഗ്സും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഈ ആൾക്കാരെ കാണുമ്പോൾ എൻ്റെ ക്യാമറ തനിയെ താഴോട്ട് വരും. അതാണ് ഒരു പ്രശ്നം. പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു. കാരണം വരുന്ന സമയത്തിന് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പോഴും ആ ഒരു ബ്ലോക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രതീക്ഷിച്ചതൊക്കെ കറക്റ്റായിരുന്നു. ഏകദേശം ഒരു 9 മണി 10 മണി ആയിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ. എന്തായാലും അത് അടിക്കട്ടെ. ഇനി ഒരു പിറ്റേ ദിവസം രാവിലത്തെ കാര്യങ്ങളാണ്. ഞാൻ എന്തൊക്കെ മേടിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. ഈ 2 സാധനം മേടിച്ചു കാരണമാണ് ഞാൻ കോഴിക്കോട്ടിലേക്ക് പോയത്. എന്തായാലും ഇരിക്കട്ടെ, ഒരു സോളോ ട്രിപ്പാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ സ്പേസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രം. എന്തായാലും കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാംഗിൾസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കല്യാണമുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് ആ സാധനം. പിന്നെ നമ്മൾ ബസ് പോരുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാവം തോന്നിയിട്ട് എനിക്ക് അതൊക്കെ മേടിച്ച്. പക്ഷെ അതൊന്നും തിന്നാനുള്ളൊരു എന്താ എനിക്കറിയില്ല. ഞാൻ ബസ്സിൽ നിന്ന് ഒന്നും കഴിച്ചില്ല ഗൈസ്. നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഇങ്ങനൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഒരു ഏകദേശം ഒരു 19 അപ്പോന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾ കേട്ടോണ്ടിരിക്കുക, അല്ലാതെ വേറെ നിവർത്തിയില്ല. ഞാൻ ഇങ്ങനെ ആയിപ്പോയി ഗൈസ്. അപ്പോൾ വല്ലാത്തൊരു മലക്ക്, ഇതിൻ്റെ വായിന്ന് പോവില്ല. എന്തായാലും അതടിക്കട്ടെ. അപ്പോൾ നമുക്കിനി ജേർണലിങ് ചെയ്യാം. ഓക്കെ, കാരണം ഇന്ന് പോയ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു ജേർണലിങ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ സോളോ ട്രിപ്പ് എന്ന് പറയുന്ന സംഭവം. ഇതൊക്കെ ഇപ്പോൾ ഞാൻ നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന കാര്യമല്ല. 2-3 ആഴ്ചയെങ്കിലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്. വീട്ടിലും എല്ലായിടത്തൊക്കെ ഒന്ന് സമ്മതിച്ച് കിട്ടണമല്ലോ. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാം. We've been waiting for so long. We've
sky, feeling bolder. Going out, going out, going all the way. Going out, yeah, yeah. അങ്ങനെ ജേർണലിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മണി സേവ് ചെയ്യാം ഗൈസ്. എനിക്ക് കിട്ടുന്നതിന് ഒരു ഭാഗം ഞാൻ എന്താ പറയുക, ഇങ്ങനെ ഒരു മണി ബാങ്കിൽ ഇട്ട് വെക്കാറുണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ എന്താ പറയുക, പുതിയ ഒരു സംഭവമാണിത്. ഐ മീൻ ഞാൻ ഇതിന് മുന്നേ ചെയ്യാറുണ്ട്, പക്ഷേ അതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് എടുക്കാറുണ്ട് കേട്ടോ. കാരണം അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്നല്ല, എന്തെങ്കിലും നല്ലൊരു അത്യാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ മാസം ഒരു എമൗണ്ട് ഞാൻ അതിലേക്ക് ഇട്ട് വെക്കാറുണ്ട്. ലാസ്റ്റ് ഒരു 10 months ഒക്കെ കഴിയുമ്പോൾ ഞാനത് ഉപയോഗിക്കാറുമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നലെ ആ നട്ടുച്ച വെയിലത്തൊക്കെ പോയിട്ട് ബീച്ചിലൊക്കെ പോയതല്ലേ, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡള്ളായിട്ടുണ്ടാവും. സോ ഞാൻ സ്കിൻ കെയർ ചെയ്യാം. സോ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഐ മീൻ മാസ്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, അല്ലാതെ ഈ കാലുമടണ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, ഈ സോക്സ് പോലത്തെ സാധനം, അതൊക്കെ ഫസ്റ്റ് ടൈമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് നല്ലതാണ്. ഒരു 2 months കൂടുമ്പോഴെങ്കിലും ഇതൊക്കെ നല്ലതാണ്. ഓക്കെ, എപ്പോഴൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് സുഡിയോന്നാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മിനിസോന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസ്ക്. പിന്നെ ലിപ്പും ഇടുന്നത് അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വെറുതെ ഒന്ന് ട്രൈ ചെയ്യാലോ എന്നുള്ളൊരു എന്താ പറയുക, പൂതി കൊണ്ട് മേടിച്ചാന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് ഇതൊക്കെ കേട്ടോ. Every night, every night, every night I wait. Paradise seems so far away. Still I try to buy myself some time to get me to that place. All I want is you. Staying up till we want to. Tell you where. പിന്നെ എന്തെങ്കിലുമൊക്കെ മുഖത്തിട്ട് വെച്ചാലാണല്ലോ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരികയെന്ന് ഞാൻ എപ്പോഴും ചില വീഡിയോസിലൊക്കെ ചിലരൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. സോ അതുപോലെ തന്നെയായിരുന്നു. കൊറിയറിന് വന്നത് കേസ്. എന്തായാലും കൊറിയറൊക്കെ മേടിച്ച് വന്നു. അപ്പോൾ എന്താ നോക്കാം. എൻ്റെ അടുത്ത് കുറേ ബുക്സും ജേർണലിങ് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഡയറീസൊക്കെ ഉണ്ട്. എന്നാലും പേഴ്സണലായിട്ട് എഴുതാൻ ഒരു ഡയറി വേണം, ഞാൻ കുറേ കാലമായി ഇങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ അത് മേടിച്ചതാണ് ഈ സംഭവം കേട്ടോ. എങ്ങനെയുണ്ട്, നൈസല്ലേ? പേഴ്സണലായിട്ടൊരു വിൻറ്റേജ് കോസി എന്ന അത്യാവശ്യം അടിപൊളിയാണ് എന്ന് തോന്നി. അപ്പോൾ മേടിച്ചതാണ്. ഏകദേശം ഒരു 120 rupees എന്തോ ആണ് കേട്ടോ ഇതിന്. മീഷോന്നാണ് മേടിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ദെൻ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ, സീ യു.